മിശിഹായിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ലോകമെമ്പാടും ക്രിസ്മസ് ആഘോഷമായി ആചരിച്ചു കഴിഞ്ഞു. നാം എല്ലാവരും ഇപ്പോൾ നവവത്സര പുലരിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ ആഘോഷങ്ങളുടെ പരമ്പരയ്ക്ക് തുടക്കം കുറിക്കുകയുമാണ്. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ 3 സംഭവങ്ങളാണ്, വാർത്തകളാണ് എൻ്റെ മനസ്സിലുള്ളത്. ഒന്ന്, ക്രിസ്മസ് ആഘോഷിച്ചതിൻ്റെ അടുത്ത ദിവസം സർക്കാർ ഒരു കണക്ക് വെളിപ്പെടുത്തി. ക്രിസ്മസ് ആഘോഷങ്ങളോടനുബന്ധിച്ച് മലയാളികൾ, തീർച്ചയായും ക്രൈസ്തവർ മാത്രമല്ല, 138 കോടി രൂപയുടെ മദ്യം കുടിച്ചു തീർത്തുവെന്ന്. രണ്ടാമത്തെ വാർത്ത, വർഷങ്ങളായി ലക്ഷക്കണക്കിന് തൊഴിലാളികൾ സുരക്ഷിതരായി സുഖമായി ജോലി ചെയ്തു വരുന്ന കിഴക്കമ്പലത്തെ കീറ്റക്സിൽ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി മദ്യലഹരിയിൽ അവർ ഏറ്റുമുട്ടി ഉണ്ടാക്കിയ സംഘർഷങ്ങളും തുടർന്നുള്ള പോലീസ് നടപടികളുമൊക്കെ. മൂന്നാമത്തെ ശ്രദ്ധ ആകർഷിക്കുന്ന, ചേർത്ത് വെക്കേണ്ട ഒരു സംഭവം, പെരുമ്പാവൂര് പട്ടണത്തിൽ ഇതര സംസ്ഥാനക്കാരായ കുറേ യുവാക്കൾ പട്ടാപ്പകൽ പരസ്യമായി നിരോധിക്കപ്പെട്ട മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്തു. ഈ 3 സംഭവങ്ങളിലും വില്ലൻ മദ്യവും മയക്കുമരുന്നുകളുമാണ്. ഈ സംഭവങ്ങളിലെല്ലാം ഒന്നാം പ്രതി ചേർക്കപ്പെടേണ്ടത് ഇത്തരം വസ്തുക്കളെല്ലാം സകലർക്കും സംലഭ്യമാക്കുന്ന, സർവത്ര സുലഭമാക്കുന്ന നമ്മുടെ സർക്കാരാണ്. നമുക്ക് ഈ 3 സംഭവങ്ങളെ ഒന്ന് വിശകലനം ചെയ്യാം. എന്താണ് ക്രിസ്മസ്? എന്തിനു വേണ്ടിയാണ് ക്രിസ്മസ് ആചരിക്കുന്നത്? സഭാപിതാക്കന്മാരായ അത്തനേഷ്യസും അംബ്രോസും ഒക്കെ പറഞ്ഞിട്ടുള്ളതും വിശദീകരിച്ചിട്ടുള്ളതും ദൈവമനുഷ്യനായി മനുഷ്യാവതാരം. എന്തിനാണത്? മനുഷ്യനെ ദൈവതുല്യനാക്കാൻ എന്നാണ്. അതുകൊണ്ട് ആത്മീയമായ ദൈവികതയിലേക്കുള്ള വികാസമാണ്, വളർച്ച, ഉയർച്ചയാണ് ക്രിസ്മസിൻ്റെ ആത്യന്തിക ലക്ഷ്യം. നമ്മളതിനെ ആലങ്കാരികമായിട്ട് ഇങ്ങനെ പറയാറുണ്ട്, മണ്ണിനെയും വിണ്ണിനെയും കൂട്ടിയിണക്കുന്ന സ്വർണ്ണക്കണ്ണിയായി ഉണ്ണി ഈശോ അവതീർണനായ പുണ്യദിനമാണ് ക്രിസ്മസ് എന്ന്. ആ ക്രിസ്മസിൻ്റെ പേരും പറഞ്ഞാണ് 138 കോടി രൂപയുടെ മദ്യം ഇവിടെ വിറ്റഴിഞ്ഞത് എന്ന് കേൾക്കുമ്പോൾ ക്രിസ്മസ് അർത്ഥവത്തായി ആചരിക്കാൻ ആത്മീയമായ ഒരുങ്ങിയ വിശ്വാസികളെ സംബന്ധിച്ച് ഇത് വേദനാജനകമാണ്. മദ്യവും മയക്കുമരുന്നുകളും വ്യക്തികളെയും കുടുംബത്തെയും തകർക്കുന്നു എന്നുള്ളത് കൊണ്ട് സമൂഹത്തിൻ്റെ ഭാവിയെക്കുറിച്ച് കരുതലുള്ളവരെ ആരെയും ഉത്കണ്ഠപ്പെടുത്തുന്നതാണ്. നമ്മുടെ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഇത് അപലപനീയമാണ്. ഇത് തീർച്ചയായും നമ്മെ നാണം കെടുത്തുന്ന, നൊമ്പരപ്പെടുത്തുന്ന വലിയൊരു അന്ധകാര തിന്മയുടെ വേലിയേറ്റം എന്ന് പറയാതിരിക്കാനാവില്ല. കീറ്റക്സ് വർഷങ്ങളായി ലക്ഷക്കണക്കിന് തൊഴിലാളികൾ വേല ചെയ്തു വരുന്നൊരു പ്രശസ്ത സ്ഥാപനമാണ്. അവിടെയാണ് ക്രിസ്മസിൻ്റെ പേരും പറഞ്ഞ് മദ്യപിച്ച് മത്തുപിടിച്ച് ആ ലഹരിയിലാണ് തൊഴിലാളികൾ പരസ്പരം ഏറ്റുമുട്ടിയത്. തമ്മിൽ തല്ലുകൂടിയപ്പോൾ പോലീസ് ഇടപെടാൻ വന്നു. ജീവനക്കാർക്ക് പരിക്കുകളുണ്ടായി. പോലീസ് ഉദ്യോഗസ്ഥന്മാരുൾപ്പെടുന്ന ആശുപത്രിയിലുണ്ട്. 300-ലേറെ പേർ പോലീസ് കസ്റ്റഡിയിലുണ്ട്. 100-ലേറെ പേരുടെ പേരിൽ കേസുണ്ട്. ഇന്നും കോടതി നടപടികൾ, പോലീസ് ഇടപെടലുകൾ തുടർന്നുകൊണ്ടേയിരിക്കണം. നാട്ടുകാർ കോടതിയിൽ ചെന്ന് പ്രതിഷേധിക്കുന്ന രംഗങ്ങളും നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. എല്ലാം ഉണ്ടായത് മദ്യലഹരിയിലാണ്.
പശ്ചാത്തലം ഒരുക്കിയത് ക്രിസ്മസ് ആഘോഷങ്ങളും. പെരുമ്പാവൂരിൽ നടന്നത് പാൻപരാഗ് പോലുള്ള ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ഒരു കാലത്ത് ഇതര സംസ്ഥാന തൊഴിലാളികളിലൂടെയാണ് അതിങ്ങോട്ട് പ്രവഹിക്കാൻ തുടങ്ങിയത്. ഇന്ന് പോലീസിന് പോലും നിയന്ത്രിക്കാനാകാത്ത വിധം എന്തും ചെയ്യാമെന്നുള്ള ധിക്കാരം കാണിക്കാവുന്ന അവസ്ഥയിലേക്ക് അവർ വളർന്നിരിക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവല്ലേ പെരുമ്പാവൂരിൽ അരങ്ങേറിയത്. മയക്കുമരുന്നുകളിലൂടെ സാധാരണ നിലയിൽ നൂറ്റാണ്ടുകളായി വിദ്യാഭ്യാസപരമായും ബുദ്ധിപരമായും ഉന്നത നിലവാരം പുലർത്തുന്നു എന്ന് കരുതപ്പെടുന്ന കേരളത്തിലെ നമ്മുടെ വിദ്യാർത്ഥികളെയും അടുത്ത യുവജനങ്ങളെയും നശിപ്പിക്കുക എന്നുള്ള ഒരു ഗൂഢ ലക്ഷ്യത്തോടു കൂടി ഉത്തരേന്ത്യൻ ലോബികൾ ഇവരുടെയൊക്കെ പിന്നിലില്ലേ എന്ന് ചിന്തിക്കേണ്ട കാലവും അതിക്രമിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ നവവത്സര പിറവിക്ക് ഒരുങ്ങുകയാണ്. തിരുനാൾ ആഘോഷങ്ങൾക്ക് കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുകയുമാണ്. ഈ അവസരത്തിൽ ഈ പറഞ്ഞ 3 സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ വിശ്വാസികളും സഭാമക്കളുമായ മനുഷ്യ സ്നേഹികളായ നാം എല്ലാവരും ചിന്തിക്കേണ്ട 1-2 കാര്യങ്ങൾ തിരുവചനങ്ങളുടെ വെളിച്ചത്തിൽ അടിസ്ഥാനത്തിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തക പ്രകാരം ദൈവം തൻ്റെ സ്വന്തം ഛായയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവത്തിൻ്റെ ഛായ മനുഷ്യരിൽ നാം കണ്ടുമുട്ടുന്നത് ബുദ്ധി വൈഭവത്തിലും അവൻ്റെ സ്നേഹപ്രകൃതിയിലുമാണ്. മദ്യവും മയക്കുമരുന്നുകളും ഈ 2 കാര്യങ്ങളെയും തകർത്ത് കളയുന്നു, നശിപ്പിച്ച് കളയുന്നു എന്നുള്ളത് കൊണ്ടാണ് ബൈബിളിൽ 80ഓളം തിരുവചനങ്ങളിൽ ഈ മദ്യം തെറ്റാണ്, തിന്മയാണ് എന്ന് പഠിപ്പിക്കുന്നത്. പൗലോസ് അപ്പസ്തോലൻ തൻ്റെ ലേഖനങ്ങളിൽ ശക്തവും വ്യക്തവുമായ ഭാഷയിൽ ഇത് ആലേഖനം ചെയ്തിട്ടുണ്ട്. കൊറിന്ത്യൻ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനത്തിലെ 5-ാം അധ്യായത്തിലെ 11-12 തിരുവചനങ്ങൾ അപ്പസ്തോലൻ എഴുതുന്നു, അസന്മാർഗികൾ, കൊലപാതകികൾ, മോഷ്ടാക്കൾ, മദ്യപാനികൾ എന്നിവരുമായി നിങ്ങൾക്ക് സംസർഗം പാടില്ല, അവരുമായി കൂട്ടുകൂടരുത്, അവരോട് ഒപ്പം ഇരുന്ന് ഭക്ഷണം പോലും കഴിക്കരുത് എന്ന് ആധികാരികമായി അസന്നിഗ്ധമായി അപ്പസ്തോലൻ ആഹ്വാനം ചെയ്തിട്ടില്ലേ? കൊറിന്ത്യൻ 1-ാം ലേഖനം 6-ാം അധ്യായത്തിൽ അപ്പസ്തോലൻ പറയുന്നു, നിന്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. റോമാക്കാർക്കുള്ള ലേഖനത്തിൽ 3-ാം അധ്യായത്തിലെ 17-ാമത്തെ തിരുവചനത്തിലും പരിശുദ്ധാത്മാവിൻ്റെ ആലയമായ ശരീരത്തെ നീ നശിപ്പിക്കരുത്, അങ്ങനെ നീ നശിപ്പിച്ചാലോ ദൈവം നിന്നെ നശിപ്പിക്കുമെന്നുകൂടി അപ്പസ്തോലൻ പഠിപ്പിക്കുന്നു. മദ്യം വിറ്റ് കാശുണ്ടാക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ സർക്കാർ തന്നെ ഓരോ കുപ്പിയിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇത് ആരോഗ്യത്തിന് ഹാനികരമാണ്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടല്ലേ അപ്പസ്തോലൻ നിങ്ങൾ എഴുതിയിട്ടുണ്ടാക്കുക? നിന്റെ ആരോഗ്യത്തിന് ഹാനികരമായ, നിന്റെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന മദ്യവും അതുപോലുള്ള കാര്യങ്ങൾ എന്തായിരുന്നാലും നീ അറിഞ്ഞുകൊണ്ട് നിന്നെ തന്നെ നശിപ്പിക്കുന്നു, നിന്റെ ഭാവിയെ നശിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ നാശം, ദൈവത്തിൻ്റെ ശിക്ഷ നീ സ്വയം അറിഞ്ഞ് ഏറ്റുവാങ്ങുകയാണ് എന്നൊരു മുന്നറിയിപ്പാണ് നമ്മളിവിടെ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു പുതിയ വർഷത്തിൻ്റെ പുലരി കാണാൻ പ്രത്യാശയോടെ നമ്മൾ ഉറ്റുനോക്കുമ്പോൾ പുതുവത്സര പിറവിയോടൊത്ത് ഒരു പുതിയ വ്യക്തിത്വം ധരിക്കുക എന്നുള്ളതായിരിക്കണ്ടേ നമ്മുടെ ആത്യന്തികമായ ഉദ്ദേശവും താല്പര്യവും. റോമാക്കാർക്കുള്ള ലേഖനത്തിൽ 13-ാം അധ്യായം 12-13 തിരുവചനങ്ങളാണ് വിശുദ്ധ അഗസ്റ്റിനെ മാനസാന്തരപ്പെടുത്തിയത്. പാപകരമായ ജീവിതം നയിച്ചിരുന്ന അഗസ്റ്റിനെ ഒരു വിശ്വാസിയാക്കിയത്, വൈദികനാക്കിയത്, മെത്രാനും വേദപാരംഗതനുമാക്കിയത്, ഒരു വിശുദ്ധനായി വളർത്തി എടുത്തത് ഈ തിരുവചനങ്ങളാണ്.
അതിൽ അപ്പസ്തോലൻ ആലേഖനം ചെയ്യുന്നു, മതി അന്ധകാരത്തിൻ്റെ ചെയ്തികൾ വെടിയുക, പകലിന് യോജിച്ച വിധം വ്യാപരിക്കുക, പ്രകാശത്തിൻ്റെ മക്കളായി തീരുക. പുതിയ വർഷത്തിൽ നമുക്ക് പ്രകാശത്തിൻ്റെ മക്കളാകാം. അന്ധകാരത്തിൻ്റെ അസന്മാർഗികതയുടെ സുഖലോലുപതയുടെ അത്തരം മേഖലകളോട് നമുക്ക് വിട പറയാം. അതിൻ്റെ ഭാഗമാണ് മദ്യവും മയക്കുമരുന്നുകളും ഉപേക്ഷിക്കുക എന്ന് പറയുന്നത്. KCBC മദ്യവിരുദ്ധ സമിതിയുടെ ഒരു സുന്ദര സ്വപ്നമാണ്, പ്രഖ്യാപിത ലക്ഷ്യമാണ് മദ്യവിമുക്തമായ ഒരു സഭയും സമൂഹവും എന്നുള്ളത്. അതുകൊണ്ട് ക്രിസ്മസ്, ഈസ്റ്റർ പോലുള്ള വിശേഷ ദിവസങ്ങളിലും നമ്മുടെ തിരുനാൾ ആഘോഷങ്ങളിലും ഒരു കാരണവശാലും നമ്മുടെ വീടുകളിൽ ഈ മദ്യം വിളമ്പരുത്. തിരുനാൾ ആഘോഷവേളകൾ നമ്മുടെ കുടിയന്മാരുടെ എണ്ണം കൂട്ടുന്ന അവസരങ്ങളാകരുത്. സകല സുഹൃത പരിശീലന വേദിയാകേണ്ട നമ്മുടെ കുടുംബങ്ങൾ മദ്യപാനത്തിൻ്റെ പരിശീലന കേന്ദ്രങ്ങളായി അധപ്പതിക്കരുത്. നമ്മുടെ ഭാവിയെ കരുതി, അടുത്ത തലമുറയെ കരുതി, മദ്യവിമുക്തമായ ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടിക്ക് വേണ്ടി പുത്തൻ തീരുമാനങ്ങളോടെ പുതിയ മനുഷ്യരായിട്ട് തീരാൻ ഈ പുതുവത്സര പിറവി നമുക്കൊരവസരമായി കണക്കാക്കാം. നേരത്തെ പറഞ്ഞ് 3 സംഭവങ്ങളും ആ ദുരന്തങ്ങളെല്ലാം ഉണ്ടാക്കിയ മദ്യവും മയക്കുമരുന്നുകളും ഇനിയും അവയുടെ വ്യാപനവും സ്വാധീനവും ഒരിക്കലും നമ്മിലും നമ്മുടെ സമൂഹത്തിലും ഉണ്ടാകാതിരിക്കട്ടെ. ഇത്തരം ഒരു പുതിയ സാമൂഹ്യ സൃഷ്ടിക്ക് വേണ്ട ദൈവാനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു.